ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഇന്നലെ ദൃശ്യം 3 കണ്ടു. അപ്പോൾ അതിൻ്റെ റിവ്യൂ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ റിവ്യൂ ദൃശ്യം 3യുടെ കഥയുമായി ബന്ധപ്പെട്ട റിവ്യൂ ആണ്. ഈ റിവ്യൂവിൽ നമ്മൾ സ്റ്റോറീനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സിനിമ കണ്ടിട്ടില്ലാത്തവർ ഈ റിവ്യൂ കാണാതിരിക്കാൻ ശ്രമിക്കുക. സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ സിനിമ എനിക്കൊരു ആവറേജ് അനുഭവം മാത്രമാണ് നൽകിയിട്ടുള്ളത്. ദൃശ്യം 1 പോലെ കൺവിൻസിംഗ് ആയി സ്റ്റോറി പറയാൻ ജിത്തു ജോസഫിനായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമയിൽ എനിക്ക് തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കഥാപാത്രം അബീറ എന്നുള്ള പയ്യൻ്റെ കഥാപാത്രമാണ്. ഈ കഥാപാത്രം സിദ്ദിഖ് മോൾഡ് ചെയ്തെടുത്ത സിദ്ദിഖിൻ്റെ ഐഡിയയിൽ രൂപപ്പെട്ട് ജോർജ് കുട്ടിയെയും ഫാമിലിയെയും ചതിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയിൽ പുള്ളിയുടെ ക്യാരക്ടറിൻ്റെ ആർക്ക് എങ്ങനെയാണ് പോകുന്നതെന്ന് ക്ലിയറായിട്ട് കാണിച്ചിട്ടില്ല. പുള്ളി അച്ഛനും അമ്മയും വീട്ടുകാരൊക്കെ കൂടി നടത്തിയ ഒരു വിവാഹമാണ് പുള്ളിയുടെ വിവാഹം. അപ്പോൾ അതിൽ അവർക്കും കൂടി പങ്കാളിയാണോ, അതുപോലെ തന്നെ ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് പുള്ളി രാമേശ്വരം വഴി രക്ഷപ്പെട്ടു എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു ക്ലാരിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ക്യാരക്ടർ അൾട്ടിമേറ്റ്ലി ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ അടുത്ത കഥാപാത്രമാണ് സഹദേവൻ എന്ന കഥാപാത്രം. സഹദേവൻ ദൃശ്യം 1 അതിഗംഭീരമായി ചെയ്തൊരു കഥാപാത്രമാണ്. അത്രയും ഡെപ്തുള്ളൊരു കഥാപാത്രത്തിനെ ഒരു കോമാളിയാക്കിയിട്ട് സ്വയം സൃഷ്ടിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. പുള്ളി കണ്ണിൽ സിന്ദൂരം തേച്ച് വാസുണ്ണനെ പോലെ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവർക്കും ഒരു നെഗറ്റീവ് ഷെയ്ഡ് അടിച്ച് അതുപോലെ തന്നെ ഒരു പേടിപ്പിക്കുന്നൊരു കഥാപാത്രമായിട്ട് ബാക്കി എല്ലാവർക്കും തോന്നുന്നതായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ ക്യാരക്ടറിന് ഒരു ഡെപ്തും ഇല്ല. പുള്ളിയുടെ അഭിനയം മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു പേടിപ്പിക്കുന്ന ഒരു എലമെൻറ്റ് പോലും പുള്ളിയുടെ ഒരു അഭിനയത്തിൽ നിന്നോ അല്ലെങ്കിൽ ആ ക്യാരക്ടറിൽ നിന്നോ നമുക്ക് തോന്നിയിട്ടില്ല. വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ ക്യാരക്ടറിനെ കൊണ്ട് നശിപ്പിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ സഹദേവൻ്റെ മകളായിട്ടുള്ള വീണ നന്ദകുമാർ, ആ പുള്ളിക്കാരി എന്താ ചെയ്യണമെന്ന് പുള്ളിക്കാരിക്ക് പോലും അറിയില്ല. വളരെ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. അഭിനയവും മോശമാണ്. പുള്ളിക്കാരിയുടെ കുറേ സീനുകൾ ആവശ്യമില്ലാതെ ബക്കറ്റ് സ്റ്റാറിനെ പോലെയാണ് പുള്ളി വന്നിരുന്നത്. പിന്നെ സ്വന്തം കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടി ജോർജ് കുട്ടി ഏതറ്റം വരെ പോകുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാൾ സ്വന്തം മകളേനെ ഇങ്ങനെ വലിയൊരു വടി കൊണ്ടടിച്ച് ഈ ഒരു ലെവലിലേക്ക് ആക്കുമോ എന്നുള്ളതും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. എനിക്കറിയില്ല, അതൊന്നും എനിക്ക് അത്രത്തോളം ഒരു കൺവിൻസിങ് ആയി തോന്നിയില്ല. ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്നൊരു കഥയായിട്ട് എനിക്ക് തോന്നിയില്ല. ഇത് ക്ലൈമാക്സിലേക്ക് എത്തിക്കാൻ വേണ്ടി ജിത്തു ജോസഫ് ശരിക്കും പാടുപെട്ട പോലെയാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ സിനിമയിൽ മൊത്തം സിനിമ 2 മണിക്കൂർ കാണിച്ചെങ്കിൽ അരമണിക്കൂറും പോക്കർമാർ വന്നിട്ട് സിനിമ പോയി. ഈ പോക്കർമാരുടെ വരവ് കുറച്ച് വെച്ചെങ്കിൽ പോലും കുറച്ചൊരു സമാധാനം കിട്ടിയായിരുന്നു സിനിമയിൽ. പിന്നെ ജോർജ് കുട്ടി എന്തുകൊണ്ട് ഇത്രയും കാലം വിദേശത്തു നിന്നുള്ള ആലോചനകൾ വേണ്ട എന്ന് പറഞ്ഞു എന്നതിനൊന്നും ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. പിന്നെ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു, അതിനൊന്നൊരു ക്ലാരിറ്റി സിനിമയിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ കലാഭവൻ ഷാജോൺ മുന്നേ വന്ന് അവിടെ കുഴിയൊക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ എന്തിനാണ് ഒരുമാതിരി ഒന്നൊരു ക്ലാരിറ്റി ഇല്ലാത്തൊരു രീതിയിലാണ് സിനിമയിൽ കാണിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അങ്ങനെ അവീരനെ തട്ടിക്കഴിഞ്ഞാൽ പോലും അത് സ്വാഭാവികമായിട്ട് ജോർജ് കുട്ടിയുടെ ഫാമിലിയുടെ നേരെയാണ് അന്വേഷണം പോവുള്ളൂ. അപ്പോൾ ഈ ജോർജ് കുട്ടിയുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ കുഴിച്ചിടണമെന്ന് അങ്ങനെ ചിന്തിക്കാനുള്ള ലോജിക്ക് എനിക്ക് ഒന്നും കത്തിയില്ല എനിക്ക്. പിന്നെ പോലീസുകാരൊക്കെ ഒരു മണ്ടന്മാരാക്കി കാണിച്ചതുപോലെ എനിക്ക് തോന്നി. ദൃശ്യം 1 അത് കൺവിൻസിങ് ആയിരുന്നു. പക്ഷേ ദൃശ്യം 2 ഓക്കെ ആയിരുന്നു. അവസാനത്തെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ അതൊരു രസമായിട്ടാണ് വന്നത്. പക്ഷേ ദൃശ്യം 3 അതൊരു തീരെ കൺവിൻസിങ് ആയി തോന്നിയില്ല. പിന്നെ ആശാ ശരത്തിൻ്റെ ക്യാരക്ടറും അതൊരു സുഖമില്ലാത്ത ആർക്കിലാണ് പോയത്. ഒരു പവർഫുൾ ക്യാരക്ടറായിട്ടാണ് എനിക്ക് ദൃശ്യം 1 ആശാ ശരത്തിൻ്റെ ക്യാരക്ടർ തോന്നിയിട്ടുള്ളത്. എന്ത് വന്നാലും അതിന് വിട്ടുകൊടുക്കാതെ സ്വന്തം മകൻ്റെ റിമെയിൻസ് കണ്ടുപിടിക്കുമെന്നുള്ള രീതിയിലായിരുന്നു അവർ പെരുമാറിയത്. പക്ഷേ ഈ സിനിമയിലെ അത്രത്തോളം അതൊരു കൺവിൻസിങ് ആയി തോന്നിയില്ല. ഈ സിനിമയുടെ ക്ലൈമാക്സോ അല്ലെങ്കിൽ ഇതിൻ്റെ കഥയോ വേറൊരാൾ പറഞ്ഞാൽ പോലും വേറൊരാൾക്ക് മനസ്സിലാവരുത്, അല്ലെങ്കിൽ വേറൊരാൾ പോലും ചിന്തിക്കരുത് എന്ന രീതിയിൽ ബുദ്ധിമുട്ടി എഴുതിയ പോലെ സിനിമയായിട്ടാണ് എനിക്ക് ഈ ദൃശ്യം 3 തോന്നിയത്. അപ്പോൾ എല്ലാവരും എല്ലാവരുടെയും അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വക കാര്യങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. അല്ല എനിക്ക് തോന്നിയത് തെറ്റാണെങ്കിൽ അതും രേഖപ്പെടുത്തുക.